മറ്റൊരു വാർത്തയിലേക്ക്. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്തതുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുന്നു. ഇപ്പോൾ ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ആൻ്റണി ചേരുകയാണ്. അനീഷ്, ഈ SFI നേതാക്കന്മാരടക്കം എത്ര പേരാണ് ഇപ്പോൾ പിടിയിലായത്? അജിംഷാദ്, ഇപ്പോൾ ഇന്ന് പിടിയിലായത് 3 പേരാണ് ഈ സംഭവത്തിൽ. ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം ഇപ്പോൾ 11 ആയിരിക്കുകയാണ്. SFI പ്രവർത്തകരായ അശ്വിൻ, അതുപോലെ സാംസൺ, സനൽ എന്നീ 3 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവർക്ക് നേരെയും ജാമ്യമില്ലാത്ത വകുപ്പുകൾ തന്നെയാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. പൊതുമുതൽ നശിപ്പിക്കൽ, അതുപോലെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ് ഇവർക്കും ചുമത്തിയിട്ടുള്ളത്. നേരത്തെ പിടിയിലായ 8 പേർക്കും ഇതേ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. ഇവർ റിമാൻഡിലാണ്. ഇതോടുകൂടി ഈ കേസിൽ 11 പേരാണ് ഇപ്പോൾ ചാലക്കുടി പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. നേരത്തെ ഈ സംഭവം ഉണ്ടായത് കഴിഞ്ഞ 22-നാണ്. ചാലക്കുടി ITI ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിച്ചത്. ഇതിൽ പ്രധാന പ്രതി ആയിട്ടുള്ള DYFI നേതാവ് നിതിൻ പുല്ലൻ ആയിരുന്നു. നിതിൻ പുല്ലനെ അതിന്റെ പിറ്റേ ദിവസം 23-ന് ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു. ഇതിനു ശേഷം പിന്നീട് പല നേതാക്കളെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള SFI DYFI നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ 8 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിരുന്നത്. അതിന് കൂടാതെയാണ് ഇപ്പോൾ 3 പേരും ചേർത്ത് ഈ കേസിൽ 11 പേരെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ചാലക്കുടി തെരഞ്ഞെടുപ്പ് പോളിടെക്നിക് തെരഞ്ഞെടുപ്പിന് ശേഷം വിദ്യാർത്ഥികൾ ഹെൽമറ്റ് ഇല്ലാതെ ബൈക്കിൽ യാത്ര ചെയ്യുന്നത് കണ്ട പോലീസ് ഇവരെ തടഞ്ഞു നിർത്തുകയും പെറ്റി കേസ് എടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതാണ് ഈ സംഭവങ്ങൾക്കെല്ലാം വഴിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്. ഇവർ പിന്നീട് പോലീസുമായി വാക്ക് തർക്കത്തെ തുടർന്ന് ഉന്തും തള്ളുമായി ഇതിനിടെ പോലീസിൽ ലാത്തി വീശുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായി. ഇതിനിടയിലാണ് ഈ നിതിൻ പുല്ലിന്റെ നേതൃത്വത്തിലുള്ള DYFI SFI പ്രവർത്തകർ ജീപ്പ് തകർക്കുകയും ജീപ്പിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഉൾപ്പെടെ തകർക്കുകയും അതുപോലെ ബീക്കൺ ലൈറ്റ് വൈപ്പർ ഉൾപ്പെടെ തകർത്ത് ജീപ്പിന് മുകളിൽ കയറി നിന്ന് പോലീസിനെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിനുശേഷം വൈകിട്ടോടെ ചാലക്കുടി DYSP സിനോജിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ഈ വിദ്യാർത്ഥികൾ താമസിക്കുന്ന വീടുകളിൽ, ഹോസ്റ്റൽ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിയപ്പോൾ അപ്പോഴും DYSPക്ക് നേരെ SFI സംഘം ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഉന്തും തള്ളും കയർക്കുന്ന ഒരു സാഹചര്യം, മർദ്ദിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഈ സംഭവത്തിലും കണ്ടാൽ അറിയാവുന്ന 20ഓളം പേർക്കെതിരെ അന്ന് പോലീസ് കേസെടുത്തു. ഇവർക്കായിട്ടുള്ള അന്വേഷണവും പോലീസ് ഇപ്പോൾ നടത്തി വരികയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ കേസിൽ ജീപ്പ് തകർത്ത പ്രധാന കേസിൽ 3 പേരെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അജിംഷാദ്. ശരി, അനീഷ് ആൻ്റണിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.